ഒരിക്കലും സിനിമ എൻ്റെ പാഷനായിരുന്നില്ല. ഞാൻ സിനിമയിൽ വന്നു പോയ ഒരാളാണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കെന്ന് പറയാൻ പറ്റില്ല, അച്ഛനെന്നേ പറയാൻ പറ്റുള്ളൂ. അച്ഛനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് സിനിമയാണ് എൻ്റെ തൊഴിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര വരെയും എനിക്ക് ഇതൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതെന്തോ വേറെ എവിടേക്കും എത്താനുള്ളൊരു ഇടയിൽ എന്നെ ദൈവം ഇവിടെ കൊണ്ട് എത്തിച്ചതാണ്. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് ഞാനിതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണണം, ഇതിന് തമാശകളി കുട്ടിക്കളിയൊന്നും പാടില്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടമാനം സിനിമകൾ ചെയ്യുന്നത് കുറച്ചു. നല്ല സിനിമയുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി തുടങ്ങി. അപ്പോൾ കൂടുതൽ കഥ കേൾക്കുമ്പോൾ, സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ആ രീതിയിൽ കാണാൻ തുടങ്ങി. അങ്ങനെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഗദ്ദാമ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിന് എന്നും ഞാൻ ചെയ്യുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാവാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയും ചെയ്യേണ്ടി വരും. രണ്ടും ആവശ്യമാണല്ലോ. നമുക്കൊരു കലാകാരി എന്നുള്ള രീതിയിൽ നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള സിനിമകളാണ് ഇത്തരത്തിലുള്ള സിനിമകൾ. മറ്റേതൊരു എന്താ പറയുക, ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള സിനിമയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഹിറ്റ് സിനിമ ഉണ്ടാവുന്നതും ഉണ്ടാവണം, അല്ലാതെ അംഗീകാരങ്ങളും ഉണ്ടാവണം ജീവിതത്തിൽ. അപ്പോൾ അത് ഞാൻ രണ്ടും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഹിറ്റ് സിനിമയിലും അങ്ങനെയുള്ള അത്തരത്തിലുള്ള കൊമേഴ്ഷ്യലി ഹിറ്റാവാൻ സാധ്യതയുള്ള സിനിമകളുടെ മാത്രം ഭാഗമാകാതെ ഇത്തരത്തിലുള്ള സിനിമകൾ സെലക്ട് ചെയ്ത് അങ്ങനത്തെ സിനിമകൾ ഒരു വർഷത്തിൽ ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ വർഷത്തിൽ ഒരു സിനിമയെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ബാവുട്ടിയുടെ നാമത്തിൽ മാത്രമാണ് എൻ്റെ സിനിമയായിട്ടുണ്ട്. ശരിക്കും ബ്രേക്കിംഗ് ന്യൂസും ലോക്പാലും ഒക്കെ കഴിഞ്ഞ വർഷം റിലീസാവേണ്ട സിനിമയായിരുന്നു. വർഷത്തിലൊരു 3-4 സിനിമ ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ കണ്ടമാനം പണ്ടൊക്കെ ചെയ്യണ പോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഇന്ന് ഒരു പ്രത്യേകം ന്യൂ ജനറേഷൻ, ഞാൻ അതിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ളതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സിനിമ എന്ത് തന്നെ ആയാലും നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ അവതരിപ്പിക്കണം. കഥയൊക്കെ നോക്കുമ്പോൾ ഒക്കെ സെയിം തന്നെയാണ്. എല്ലാം പണ്ട് തുടങ്ങിയിട്ട് പറഞ്ഞ കഥകളൊക്കെ ഒന്ന് തന്നെയാണ്. ഒരു വില്ലൻ ഉണ്ടാവും, ഒരു പ്രണയം ഉണ്ടാവും, അവർ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണും. പക്ഷെ ഇത് എത്രത്തോളം പുതിയ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഈ സിനിമയിൽ. അതാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഈ സ്ക്രിപ്റ്റിനെ എത്രത്തോളം പുതുമയായിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാമെന്ന് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മീശമാധവനൊക്കെ ഇറങ്ങിയൊരു സമയത്ത് ഒരുപാട് സ്ത്രീകൾ കൊല്ലത്ത് സൈഡിലുള്ള കുറേ സ്ത്രീകളുടെ ഒരു സംഘടന ഇങ്ങനൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് അവർക്ക് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് കൂടുതലും സ്ത്രീകളാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആണുങ്ങളുണ്ടെങ്കിൽ പോലും സ്ത്രീ സംഘടനയാണത്. അപ്പം അങ്ങനെ ഒരു കാവ്യ മാധവൻ ഫാൻസ് അസോസിയേഷൻ, അങ്ങനെ ഹീറോയിൻസിന് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് അങ്ങനെ അതിനോട് എനിക്കൊരു താല്പര്യം തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കാണിക്കുന്നത് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടൊന്നും ആവണമെന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ സിനിമകൾ കാണുക, അതാണ് ഏറ്റവും പ്രധാനം. എത്ര വലിയ അസോസിയേഷൻ ഉണ്ടായാലും ഈ ഫാൻസ് അസോസിയേഷനുള്ള ആൾക്കാരുടെ സിനിമകളും പരാജയപ്പെടുന്നില്ലേ? അപ്പോൾ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ ഇഷ്ടപ്പെടണം, ആൾക്കാർ സിനിമ കാണണം, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, അത് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. അത് 1-2 പാട്ടുകൾ, 3-4 പാട്ടുകളായപ്പോൾ എന്തുകൊണ്ട് ഇത് CD ആയിട്ട് ഇറക്കിക്കൂടാന്നുള്ളൊരു ആഗ്രഹം വരികയും അങ്ങനെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശ്രമിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് തുടക്കം മുതലേ ഇതെനിക്ക് CD ആയിട്ട് ഇറക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ കുറേ വർഷത്തെ ഒരു 6-7 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് ആ സ്വപ്നം നടന്നത്.